ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ചുണ്ടുകൾക്ക് നല്ല രീതിയിൽ നിറം വയ്ക്കാനും അതും ആദ്യ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന പെർമനൻ്റ് ആയിട്ട് റിസൾട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടെക്നിക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനും കണ്ടു നോക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് സ്ഥിരമായിട്ട് ചെയ്യേണ്ടതെന്നും അതുപോലെ ഏതൊക്കെയാണ് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലും 2-3 ദിവസം കൂടുമ്പോൾ ചെയ്യേണ്ടതെന്നും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. മുഴുവനും കണ്ടാലേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുള്ളൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. ലിപ്സ്റ്റിക്ക് നമ്മൾ ഡാർക്കായിട്ട് മെറൂൺ ബർഗണ്ടി ഷെയ്ഡിലൊക്കെ വരുന്ന ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് നിർത്തിയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാത്ത പക്ഷം എല്ലാ ദിവസവും വളരെ ലൈറ്റായിട്ടുള്ള ന്യൂഡ് കളേഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്താൽ ലിപ് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതായിട്ട് ഏത് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്കത് റിമൂവ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഏത് വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം. ഇത് ഞാനിങ്ങനെ ഈസി ടു യൂസ് ആയതുകൊണ്ട് വാങ്ങിച്ച് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരു കുഞ്ഞു കുപ്പിയിലാക്കി നമ്മുടെ റൂമിൽ അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ വെച്ചിരുന്നാൽ നമുക്കിത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ എളുപ്പമാണ്. അല്ലാതെ നിങ്ങൾ എന്തിട്ട് ഉരച്ചാലും ഇത് വരണമെന്നില്ല. നമുക്ക് നല്ല ഒരു ക്ലെൻസിങ് മിൽക്കോ മിസലർ ക്ലെൻസറൊക്കെ ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. അല്ലാത്തവർ ഇതുപോലെ ഓയിൽ വെച്ച് റിമൂവ് ചെയ്യുക, പെട്ടെന്ന് റിമൂവ് ആകും. അതുപോലെ തന്നെ നമുക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു ചെറിയൊരു പൊട്ട് പോലും അവശേഷിക്കാതെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ ടിഷ്യൂ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് സാധാരണ പഞ്ഞിയൊക്കെ ഉണ്ടല്ലോ, പഞ്ഞി യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന പാഡ്സ് ഒക്കെ കിട്ടും. എന്താണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ലിപ്പ് നമ്മളിങ്ങനെ വൈപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് ഉരച്ചൊരച്ച് അങ്ങനെ ഫുള്ളി വൈപ്പ് ചെയ്തെടുക്കരുത്. കുറച്ച് ഭാഗമായിട്ട് പതിയെ ചെയ്യണം. സമയമെടുത്ത് ചെയ്യണം. തിരക്കിട്ട് ഇങ്ങനെ വലിച്ചുരയ്ക്കരുത്. ചുണ്ട് നമ്മുടെയാണ്, അതുകൊണ്ട് നമ്മൾ കെയർ ചെയ്ത് പതുക്കെ ചെയ്താൽ മതി. ഇനി അടുത്ത് സെയിം നമ്മുടെ വെളിച്ചെണ്ണ എടുക്കുക. അതിലോട്ട് ബ്രൂവിൻ്റെ കോഫി പൗഡർ ഉണ്ടല്ലോ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എണ്ണ ആയതുകൊണ്ട് നമ്മുടെ കോഫി പൗഡർ അലിയത്തില്ല. സോ നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് സ്ക്രബിങ് പാർട്ടിക്കിൾ നന്നായിട്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ കോഫി പൗഡർ തന്നെ യൂസ് ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗറിൻ്റെ പൊടി ഉണ്ടല്ലോ, ഷുഗർ എടുക്കരുത്. അത് ഭയങ്കര കട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ചുണ്ടൊക്കെ അല്ലേ. അതുകൊണ്ട് കോഫി പൗഡർ അല്ലെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യാം. ഇതും അല്ലെങ്കിൽ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചിട്ട് ആ ചെറിയ തരികളാവുമ്പോഴേക്കും അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് വെച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ക്ലെൻസ് ചെയ്യുന്ന സംഭവം അത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാവുന്നതാണ്. ലിപ്സ്റ്റിക് ഇടുന്നവരാണെങ്കിൽ ചെയ്ത് കൊടുക്കുക. അതല്ല ഈ ഒരു സ്ക്രബിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ ചെയ്യാം. ഒരു 3 ദിവസം കൂടുമ്പോൾ വെച്ചിട്ട് 2-3 ദിവസം ആഴ്ചയിൽ ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്താൽ മതി. ഒത്തിരി പൊട്ടിയിരിക്കുന്ന ലിപ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹീൽ ചെയ്തിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അല്ലാത്ത മുറിഞ്ഞ് ബ്ലഡൊക്കെ വരുന്ന ചിലർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ്, അതുവരെ ഒന്നും നമ്മൾ വെയിറ്റ് ചെയ്യരുത്. അതിന് മുന്നേ തന്നെ ട്രീറ്റ് ചെയ്യണം. ഇനി അഥവാ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഹീൽ ചെയ്തതിന് ശേഷം വേണം ഇതുപോലൊരു പ്രോപ്പർ റുട്ടീൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. 1 മിനിറ്റ് മാത്രം നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റോസ് വാട്ടറോ അല്ലെങ്കിൽ പച്ചവെള്ളമോ അപ്ലൈ ചെയ്ത് അതൊന്ന് കഴുകിക്കളയും. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് റോസ് വാട്ടർ വെച്ച് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു പാക്കാണ്. അപ്പം നമ്മുടെ ഈ ചുണ്ടിൽ ടിഷ്യൂ പേപ്പറോ പഞ്ഞിയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ചുകൂടെ വെള്ളം തളിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പൊക്കോളും. വെള്ളമൊന്ന് നനച്ചു കൊടുത്താൽ മതി, തൊട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിവിടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലോട്ട് കുറച്ച് റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് പാക്ക് ഉണ്ടാക്കി അതാണ് ഇട്ട് കൊടുക്കുന്നത്. കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി തന്നെ വേണം. നല്ല രീതിയിൽ നമ്മുടെ സ്കിന്ന് വൈറ്റൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇട്ട് കഴിയുമ്പോഴേക്കും ചെറിയൊരു യെല്ലോ ടിൻറ്റ് ഉണ്ടാവും. അത് കാരണം നമുക്ക് എന്തോ ഒരു വ്യത്യാസം ചുണ്ടിലുള്ള പോലെ തോന്നും. അത് കാര്യമാക്കണ്ട. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ സ്കിന്ന് നന്നായിട്ട് ക്ലിയറായി കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല പിങ്ക് അടിപൊളി ലിപ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് പകരമായിട്ട് റോസ് വാട്ടറിന് പകരമായിട്ട് നിങ്ങൾക്ക് പാൽ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ തേനും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതൊരു 3 മിനിറ്റ് മാത്രം വച്ചിരിക്കുക. കൂടുതൽ സമയമൊന്നും വച്ചിരിക്കേണ്ട, വെറും 3 മിനിറ്റ് വച്ചിരിക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് വെള്ളമൊക്കെ തളിച്ച് വാഷ് ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒന്ന് വൈപ്പ് ചെയ്താണ് എടുക്കുന്നത്. ഒരു ടിഷ്യൂ പേപ്പറിൽ നനച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കുകയാണ്. നല്ല നനവുണ്ടെങ്കിൽ നമ്മളധികം വർക്ക് ചെയ്യാതെ തന്നെ ഈ സംഭവമൊക്കെ ഇളകി പൊക്കോളും. അതുകൊണ്ട് വെള്ളം വെച്ച് നന്നായിട്ട് തുടച്ച് കഴുകിയൊക്കെ എടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ നന്നായിട്ട് സ്കിന്ന് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുണ്ട്. ചുണ്ടൊക്കെ തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് അടിപൊളിയായിരിക്കും. ഈ പാക്കും സ്ക്രബും നിങ്ങൾ ഒരു 3 ദിവസം കൂടുമ്പോൾ ചെയ്ത് കൊടുത്താൽ മതി. ഇത് നിങ്ങൾ ഒരാഴ്ച വെറും 7 ഡേയ്സ് ഈ ഒരു റുട്ടീൻ നിങ്ങൾ ചെയ്ത് നോക്കുക ഗൈസ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിൻ ബ്രൈറ്റൻ അപ്പ് ആവുന്നതും ചുണ്ടൊക്കെ നല്ല അടിപൊളിയാവുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഇതിവിടെ വെച്ച് നിർത്തരുത്. ഒരു ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട്. ഇപ്പോൾ ഇത് രാത്രി വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ
സൂപ്പർ എഫക്റ്റീവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ.